വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ് വിത്ത് ലവ്. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ടേസ്റ്റി റെസിപ്പിയിൽ ഞാൻ കാഷ്യൂസോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ നമ്മുടെ കസ്കസോ ഒന്നും അരച്ച് ചേർക്കുന്നില്ല. നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച് ടെക്സ്ചർ തരും. നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 2 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, പിന്നെ 1 തക്കോലം. ഇത്രയും മസാലകളാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിലൊരു 1-2 ചേരുവകളും ചേർക്കാനുണ്ട്, പക്ഷേ അത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് വേണ്ട. ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ചൂടാവേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് നേരം ഇട്ടിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമോ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡോളം മതി കേട്ടോ. നമുക്ക് അത്രേ ചൂട് ആവശ്യമുള്ളൂ. ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറണം, അത്രേ ആവശ്യമുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ കസ്കസ് ഇട്ടിട്ട് ചെയ്യുന്ന സ്റ്റൂല് നമ്മൾ ഈ സമയത്താട്ടോ കസ്കസ് ഇടുന്നത്. കസ്കസ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മൂപ്പിക്കും. ഇപ്പം നമ്മളതൊന്നും ചേർക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടല്ലോ, ക്രീമി ആയിട്ട് കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ നമുക്കിനി ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് നോക്കാം. ഇതിലേക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ട്. ഒരു 5-6 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് പിന്നെ വലിയ വെളുത്തുള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നാടൻ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് നാടൻ വെളുത്തുള്ളിയുടെ വലിയ അല്ലികളാണ്, ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും വലുപ്പത്തിലുള്ള 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അരയ്ക്കേണ്ട ആവശ്യമില്ല, അതുപോലെ നമുക്ക് ചതച്ചെടുത്താൽ മതി കേട്ടോ. അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഇടികളിലിട്ടൊന്ന് നമുക്ക് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുക്കറിലാണ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുക്കറിലാവുമ്പോൾ. അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് ഓരോരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ നോക്കുക. വേറെ ഏത് എണ്ണ ചേർത്താലും സ്റ്റൂവിന് ടേസ്റ്റ് ഉണ്ടാവില്ല അത്രയും. അത് കാരണം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഇപ്പം ഞാൻ മീഡിയം സൈസ് സവാള ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള ഞാൻ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റാം കേട്ടോ. ഇപ്പം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുത്ത് ഒരുപാട് ബ്രൗൺ ആവേണ്ട നിറമാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്രിസ്റ്റൽ കളർ വന്നാൽ മതി. ഉള്ളിയൊക്കെ നന്നായി മയങ്ങി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഓരോന്നൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് ഒരു 5-6 ഏലക്കായ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വറുത്തപ്പോൾ ഞാനിത് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഏലക്കായ ഇങ്ങനെ ചതച്ചിട്ട് ഇതിലൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കൂടെ ഏലക്കായ മൂക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ സ്റ്റൂന്. നമ്മൾ വറുക്കുന്നതിൻ്റെ കൂടെ ഏലക്കായ ഇടുമ്പോൾ കറക്റ്റ് അതിന് പറ്റിയിട്ടുള്ള മൂപ്പാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഏലക്കായ അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ അതിന് പാകത്തിനുള്ള മൂപ്പാവും. ഒന്ന് അങ്ങനെ ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് നമുക്ക് ഒന്ന് ഇളക്കിയാൽ അത്രേ ആവശ്യമുള്ളൂ. അപ്പം നല്ല പാകത്തിന് ഏലക്കായുടെ മണം നന്നായിട്ട് മൂത്തിട്ടുള്ള ആ ഒരു മണം വരും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുമ്പോൾ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. 1 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം നമുക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ക്രീമി ടെക്സ്ചർ നല്ലൊരു ടേസ്റ്റും തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, നല്ല റിച്ച് ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇപ്പം നന്നായിട്ട് തന്നെ 1 മിനിറ്റ് നേരം ഇത് നന്നായി വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണെല്ലാം പൊടിയുടെ പച്ചമണെല്ലാം നല്ലോണം മാറണം കേട്ടോ. അതല്ലാണ്ട് നമ്മൾ ഇനി ഓരോന്ന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കൈ ഇളക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം അടി പിടിക്കും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പൊടിയുടെ പച്ചമണെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. മൈദപ്പൊടി നമ്മൾ ചൂടാവുമ്പോഴുള്ള മണം.
ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി നമ്മൾ വറുത്ത മസാലക്കൂട്ട് അത് പൊടിച്ചത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിപ്പോൾ ഒരുപാട് നേരം നമുക്കൊന്ന് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഇത് ചൂടാക്കി പൊടിച്ചതല്ലേ. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം കൂടി ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ബോൺലെസ് ചിക്കനാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലുള്ള ചിക്കൻ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ശരിക്കും എല്ലുള്ള ചിക്കൻ കൊണ്ടാണ് നമ്മൾ സ്റ്റൂ ഒക്കെ നാട്ടിൽ വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ അത് ചേർത്തിരിക്കുന്നത്. ഏത് ചിക്കനും ചേർക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ പീസാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനെല്ലാം കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്തുടഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് വെന്തുടഞ്ഞ് കൊഴുപ്പ് ഒരുപാട് അധികമായി കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പം നമുക്ക് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1ാം പാല് പിഴിഞ്ഞ് മാറ്റി വെക്കണം. അതിന് ഞാൻ ഫ്രഷ് നാളികേരം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 പിടി നാളികേരം എടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചേർത്ത് അരച്ച് ഞാൻ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് തന്നെ ആ അരപ്പിലേക്ക് തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ 2ാം പാല്. അതിനാവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവട്ടെ. ഈ ഒരു പരുവം മതി കേട്ടോ. ശരിക്കും ഇതാണ് ഇതിൻ്റെ കണക്ക്. ഒരുപാട് സ്റ്റൂല് വെള്ളം കൂടി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പാകത്തിന് നമുക്ക് ആദ്യം തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഒരുപാട് വെള്ളം അധികമായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റില്ല. കാരണം പാലൊക്കെ ചേർക്കുന്നതല്ലേ, നാളികേര പാലെല്ലാം ചേർക്കണം. ചിലപ്പോൾ കണ്ടോ കഷ്ണവും വെള്ളവും തമ്മിൽ ഏകദേശം ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരേ പരുവത്തിലാണ് നിൽക്കണം. ഇത്രേ പാടുള്ളൂ കേട്ടോ. ഇതിന് ഒരുപാട് ആവാൻ പാടില്ല വെള്ളം അധികം. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ. വിനീഗർ ഇല്ലാത്തവർ ചേർക്കണം എന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ശരിക്കും സ്റ്റൂകളിൽ വിനീഗർ ചേർക്കും. കാരണം വേറൊന്നുമില്ല, നമ്മൾ വേറെ പുളിപ്പിനായിട്ട് വേറൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. ശരിക്കും നാളികേരപ്പാലും എല്ലാം ചേരുമ്പോൾ ഒരു ക്രീം ടെക്സ്ചർ വരുമ്പോൾ അത് കുറച്ചൊരു ചെറിയതായിട്ടൊരു പുളിപ്പ് നിന്നാലാണ് ടേസ്റ്റ് ഉള്ളൂ. നോൺ വെജ് അല്ലേ, നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ അല്ലല്ലോ ഉണ്ടാക്കണം. അപ്പോൾ നോൺ വെജ് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വിനീഗറിൽ ചെറിയൊരു പുളിപ്പ് കിട്ടണത് വളരെ നല്ല ടേസ്റ്റ് തരും ചിക്കൻ സ്റ്റൂവിന്. അത് മട്ടൺ സ്റ്റൂ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് കുറച്ച് വിനീഗർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ അത് മാത്രമല്ല നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ വെന്ത് വരുമ്പോൾ. അപ്പോൾ ഞാനതെല്ലാം കൊണ്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. വിനീഗറിന് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം നമ്മളുടെ സ്റ്റൂ നന്നായിട്ട് ആ സൈഡിൽ നിന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. എല്ലാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്ലെയിം താത്തുന്നതോ കൂട്ടുന്നതോ ഒന്നുമില്ല. ഇപ്പം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒറ്റ സ്റ്റീം വന്നാൽ മതി. അതിന് കൂടുതൽ വരേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്റ്റീം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെന്തുടഞ്ഞു പോവും ചിക്കൻ. അപ്പോൾ ഞാൻ ഒരൊറ്റ സ്റ്റീമേ വെക്കുന്നുള്ളൂ. നമ്മൾ തിളച്ചിട്ടല്ലേ അടയ്ക്കുന്നത്, അതുകൊണ്ട് ഒരു സ്റ്റീം വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ ഒരു സ്റ്റീം വന്നിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. സ്റ്റീം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മസാലക്കൂട്ടിൻ്റെയും നാളികേരപ്പാലും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടോ നമ്മുടെ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചിക്കണിനും കൂടിയും വെള്ളം ഇറങ്ങിയപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ പരുവം കണ്ടില്ലേ നിങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നമ്മൾ ഒഴിച്ചതിനേക്കാളും കൂടിയിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി വെന്തിറങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ 1ാം പാല് ചേർക്കുമ്പോൾ കറക്റ്റ് പാകാവും കേട്ടോ. ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കി, അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇളക്കണ്ട, കാരണം വെന്തുടഞ്ഞു പോകും. ഇത് പാകത്തിന് വെന്തിട്ടുള്ളൂ, ഒരുപാട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് നമ്മളുടെ 1ാം പാല് ചേർക്കണം. അപ്പോൾ 1ാം പാല് ചേർക്കണതിന് മുന്നേ ഒന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് തിളയ്ക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അതാകുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് അപ്പുറത്ത് അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്റ്റൂവിൻ്റെ കൂടെ അപ്പമാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ, നല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പമാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1ാം പാല് ചേർത്തിട്ടുണ്ട്. 1ാം പാല് ഞാൻ ഒരു 4 പിടി നാളികേരം എടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചെറു ചൂടുള്ള വെള്ളം എപ്പോഴും ചേർക്കാൻ ശ്രമിക്കണം. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിരുന്നു, പാല് പിഴിയാൻ എളുപ്പമാണ് അതിന്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഒരുപാട് വെള്ളം അധികമായോ എന്ന്. ഒന്നും അധികമായിട്ടില്ല, കാരണം നമ്മളതിൽ മൈദമാവ് ചേർത്തിട്ടുണ്ടല്ലോ, മൈദപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് തിളക്കരുത്, ഒന്ന് ചെറുതായിട്ട് തിള വരാനേ പാടുള്ളൂ. അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പാകത്തിന് കുറുകിയ
കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കണ്ടോ, അപ്പോൾ ആ സൈഡിൽ നിന്ന് കണ്ടോ തിളച്ച് വരുന്ന ആ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. ഈ സമയത്ത് ഞാൻ 2 പച്ചമുളക് കീറിയിട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. അത് എന്തായാലും ഈ ഒരു വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ ലാസ്റ്റ്, എന്നാലും സ്റ്റൂവിൻ്റെ കറക്റ്റ് ആ സ്മെല്ല് എൻഹാൻസ് ചെയ്ത് വരുള്ളൂ. നല്ലൊരു മണമാണ് ഇപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ഈ സ്റ്റൂ ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ, നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇതുവരെ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.